എന്തിനാ വിളിപ്പിച്ചത്? ഞാൻ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്തൊരു തെറ്റാണ്. ഒരു അപേക്ഷയുണ്ട്. ഞാൻ ലതികയെ വിവാഹം കഴിക്കാം. ആ കണക്കിൽ നിങ്ങൾ എത്ര പെൺകുട്ടികളെ വിവാഹം കഴിക്കേണ്ടി വരും? ലതിക എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ഞാൻ ധരിച്ചിരുന്നതൊക്കെ ശരി തന്നെയായിരുന്നു. എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതി അല്ലേ? ഒരു പെണ്ണിന്റെ ജീവിതം പാടെ തകർത്തിട്ട് ഇപ്പോൾ വിവാഹം കഴിക്കാമെന്ന്. എനിക്ക് ആ ഔദാര്യം ആവശ്യമില്ല. ഞാനൊരു ഔദാര്യം കാട്ടുകയല്ല. ഐ നീഡ് യു. എനിക്കൊരു മോനുണ്ടെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നില്ല. മോൻ നിങ്ങളുടെ തന്നെയാണെന്ന് എന്താണ് ഇത്ര ഉറപ്പ്? ഇനിയും എന്നെ പരീക്ഷിക്കരുത്. ലതികയുടെ എല്ലാ ചുറ്റുപാടുകളും മനസ്സിലാക്കിയവനാണ് ഞാൻ. ലതികയ്ക്കറിയാമോ, വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഞാൻ ലതിക എവിടെയൊക്കെ അന്വേഷിച്ചു വന്നു? എനിക്കതൊന്നും കേൾക്കണ്ട. എല്ലാത്തിനും ഞാൻ ഒന്നുകൂടെ മാപ്പ് ചോദിക്കാം. കഴിഞ്ഞൊക്കെ മറക്കും. ഞാൻ എന്നെ അതൊക്കെ മറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ ജന്മം എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. ഇപ്പോ എനിക്ക് എന്റേതെന്ന് അവകാശപ്പെടാൻ ഒരു ജീവൻ ഈ ഭൂമിയിലുണ്ടെന്ന് അറിഞ്ഞത് മുതൽ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം ഉണ്ടായതുപോലെ. അതിപ്പോഴുണ്ടായ അറിവല്ലേ? നിങ്ങൾക്കറിയുമോ, മോനെ വയറ്റ് വെച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഞാൻ അനുഭവിച്ച വേദന, നാലുപാടിൽ നിന്ന് ഞാൻ ഏറ്റ പരിഹാസങ്ങൾ. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും. നമ്മുടെ കുഞ്ഞോ? എന്നെങ്കിലും ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തെങ്കിലല്ലേ അവന്റെ അച്ഛനായി നിങ്ങളെ 4 പേര് അംഗീകരിക്കൂ. ലതിക എന്നോട് പ്രതികാരം ചെയ്യാണ്. നിങ്ങൾക്കതറിയില്ല. ആ കുഞ്ഞൊരിക്കലും ജനിക്കരുതെന്ന് ആഗ്രഹിച്ചവളാണ് ഞാൻ. പിറന്നു വീണപ്പോൾ ഞാൻ അവനെ വെറുത്തു. പക്ഷേ ഇന്നെന്റെ ജീവനാണ് അവൻ. എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തവനാണ് നിങ്ങൾ. എന്റെ ശ്രീയേട്ടൻ എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ അമ്മ മരിച്ചത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? എന്റെ വയറ്റിൽ പിറന്ന കുഞ്ഞിന്റെ അച്ഛൻ ശ്രീയേട്ടനല്ലെന്ന് അറിഞ്ഞപ്പോൾ പറയൂ, ആരാണ് ഇതിനൊക്കെ കാരണക്കാരൻ? പറയൂ, പറയൂ. എന്തൊരു മഴയാ! ഓർക്കാപ്പുറത്തുള്ള മഴയായതുകൊണ്ട് ഞാൻ ഇന്ന് റെയിൻ കോട്ട് എടുത്തില്ല. ഇനിയിപ്പോ സ്കൂട്ടറിൽ എങ്ങനെയാണോ പോണേ? അയ്യോ, മെസ്സറി വിട്ടുകാണോ? ഞാൻ നനഞ്ഞു പോയത്. ലതിക്ക് കിറുക്കുണ്ടോ ഈ മഴത്ത് നനഞ്ഞോണ്ടോടെ? എന്റെ മോനും ഈ പെരുമഴത്ത് എന്ത് ചെയ്യാനാ? മഴ മാറട്ടെ. മഴയായതുകൊണ്ട് എല്ലാരും പോകാൻ നിൽക്കുന്നത്. 2-3 പേരെ വേണമെങ്കിൽ ഞാൻ എന്റെ കാറിൽ ഡ്രോപ്പ് ചെയ്യാം. ലതിക വരുന്നു? നോ താങ്ക്സ്. അതെ, ചീഫ് ലതികയുടെ നാട്ടുകാരനാണ്. അതിന് ലേഖയോട് വിശദീകരണമൊന്നും ചോദിച്ചില്ലല്ലോ. വല്ലവരുടെയും ഭാഗ്യത്തില് നമ്മൾ എന്തിനാണ് തലയിടുന്നത്? അതെ, നിങ്ങൾ ഒരാളെ ഞാൻ വേണമെങ്കിൽ സ്കൂട്ടറിൽ കൊണ്ടുപോകാം. ഈ മഴയത്തോ? ഓ, ചെറിയ മഴയൊക്കെ നനഞ്ഞ് സ്കൂട്ടറിലൊക്കെ പോകുന്ന ഒരു പൊടി രസമൊക്കെയാ. ഗോപാല, ഈ കുടൽ എഴുതി കൊടുക്കും.
സാറ് തരാൻ പറഞ്ഞു. ഇനി തന്നേരെ. ഭാഗ്യം. വാലധികം നമുക്ക് പോവാം. നിന്നെ കണ്ടില്ലെങ്കിൽ മോൻ കരയും. വാ. ഏതായാലും നല്ല സമയം തന്നെ. വന്നിട്ട് 4 ദിവസമായില്ല, അതിനു മുമ്പ് ഇത്രയും നേടിയെടുത്തു. രോഗമുള്ളവൾ. എടി, കഴിവുള്ളവർ മഴ നനയാതെ ഇങ്ങ് പോന്നു. അതിന് നിങ്ങൾ എന്തിനാ അസൂയപ്പെടുന്നത്? അസൂയപ്പെടുന്നെന്ന് വെച്ചാൽ കണ്ടാ മിണ്ടാ പൂച്ചയാ, പക്ഷെ പുളിങ്കൊമ്പെ തന്നെ പിടിച്ചിരിക്കുന്നെ. നമ്മളും കുറെ നാളായി ഇതേ ഓഫീസിൽ ജോലി ചെയ്യുന്നു. ആ, പറഞ്ഞിട്ടെന്താ കാര്യം? അതെ, ചിലർക്ക് പെറ്റ പെണ്ണുങ്ങളാ കൂടുതൽ ഇഷ്ടം. ആരും അത്ര നല്ല പിള്ളൊന്നും ചമയണ്ട. നിങ്ങളുടെയൊക്കെ ചരിത്രേ മറ്റുള്ളവർക്കും കുറച്ചൊക്കെ അറിയാം. ഓ, അതിന് ലേഖ എന്തിനാ ഇത്ര ചൂടാവുന്നേ? ഞങ്ങൾ ലേഖയുടെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. ആരുടെ കാര്യം ഇവിടെ പറയണ്ട. മറ്റുള്ളവരെ സൂക്ഷിക്കാനുള്ള ചുമതലയൊന്നും നിങ്ങളാരും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. ലതിക എന്തും കേട്ട് സഹിക്കുന്നവളാണെന്ന് കരുതി അപ്പഴങ്ങ് താഴ്ത്തി കെട്ടണ്ട. നിങ്ങളെ തന്നെ അങ്ങ് സൂക്ഷിച്ചാ മതി. അവളുമാരുടെ ഒരു ഭയങ്കര ചൂടില്ല. ജോലി ചെയ്തിന്റെ കുഞ്ഞിനെ വളർത്താമെന്ന് വെച്ചാൽ ആ മഹാഭാവി അതിന് സമ്മതിക്കില്ല. അവളുടെ അപമാനം കേട്ട് കേട്ട് ഞാൻ മടുത്തു. ലതിക, നീ എന്തിനിങ്ങനെ നിയന്ത്രണം വിടുന്നത്? എന്റെ ജീവിതം തകർത്ത ഒരു മനുഷ്യനെ പറ്റി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ആ മനുഷ്യനാണ് അർജുനൻ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി എന്നെ ഉപദ്രവിക്കരുത്. ഇരിക്കണമെന്നും അല്ല ഞാൻ. ഒരു പെണ്ണിനെ ഇതിലും കൂടുതൽ എങ്ങനെയാ ദ്രോഹിക്കുക? പ്ലീസ്, ഇനിയെങ്കിലും എന്നെ ഒന്നും വെറുതെ വിടൂ. ലതയ്ക്ക് ഇത്രമാത്രം പ്രയാസം ഉണ്ടാക്കിയതിൽ എനിക്ക് വിഷമമുണ്ട്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പോൾ നിങ്ങൾ എന്റെ മേലധികാരിയാണ്, സമ്മതിച്ചു. പക്ഷേ ഈ എന്നെ വിലക്കെടുക്കാമെന്ന് കരുതണ്ട. ക്ഷമിക്കൂ. ഞാൻ കൂടെ തന്നത് ലതികയെ ഇത്രമേൽ അസ്വസ്ഥയാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മറ്റുള്ളവരുടെ വികാരം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? നിങ്ങൾ, ഞാനൊന്നും പറയുന്നില്ല. ലതികേ, ഞാൻ നിന്റെ മേലധികാരി എന്നതിൽ കവിഞ്ഞ് ഒരു പുരുഷനാണ്. നീ ഇപ്പൊ എന്തോ പറയാമെന്നല്ലോ, അതെനിക്കറിയാം. പക്ഷേ ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. അത് ശരി. അപ്പൊ തെറ്റെന്റേതാണ്. ക്ഷമ ചോദിക്കേണ്ടത് ഞാനും. ക്ഷമിച്ചിരിക്കുന്നു പോലും. ഞാൻ ചെയ്ത തെറ്റ് നിനക്കെന്തോട് ക്ഷമിച്ചൂടാ? എന്റെ തെറ്റിനുള്ള ഏക പരിഹാരമാകാൻ ഞാൻ പറഞ്ഞു. കഴിഞ്ഞെല്ലാം മറന്ന് ലതികയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ എന്നെ അനുവദിക്കൂ. സാധ്യമല്ല. എനിക്ക് ലതിക ഇഷ്ടമാണ്. പക്ഷെ ഞാൻ നിങ്ങളെ വെറുക്കുന്നു. ഈ മുഖം ഒരിക്കലും കാണേണ്ടി വരരുതെന്ന് ആഗ്രഹിച്ചവളാണ് ഞാൻ. വീണ്ടും കാണേണ്ടി വന്നല്ലോ, അതും തീരെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെച്ച്. നീ എന്റെ ഭാര്യയാണെന്ന് ഞാൻ പരസ്യമായി പറയാൻ പോവാൻ. പറയൂ. ആ നിമിഷം ഞാൻ ഇല്ലാതാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്റെ ശരീരമില്ലേ, അതിനാവശ്യക്കാർ ധാരാളമുണ്ട്. നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാനിത് പരസ്യമായി വിൽക്കും. എക്സ്ക്യൂസ് മീ, ലതികയുടെ കുട്ടി ഏതാണ്? ഏത് ലതിക? ഇവിടെ 5-6 ലതികമാരുണ്ടല്ലോ. എന്റെ പേരും ലതിക എന്നാണ്. സോറി. എക്സ്ക്യൂസ് മീ സർ, യെസ്. ഇത് ലതികയുടെ ലീവ് ലെറ്റർ ആണ്. എന്തിനാ? അവളുടെ കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. കുട്ടിക്ക് എന്താ അസുഖം? ടൈഫോയിഡ് ആണെന്ന് ഡോക്ടർ പറഞ്ഞത്. ഞാൻ പോട്ടെ സർ. ആ.
എങ്ങനെയുണ്ട്? ഒരു കുറവുമില്ല. അതിനെടുത്തേ. ഈ മരുന്നെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതാ. കൊണ്ടുവന്നാൽ ഇഞ്ചക്ഷൻ എടുക്കാം. അമ്മച്ചി, ഞാൻ ഈ മരുന്ന് വാങ്ങിച്ചു വരുന്നവരെ മോനെ ഒന്ന് നോക്കാം. കുഞ്ഞു പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. അമ്മച്ചി, മോൻ എന്തിയെ? പേവാർഡിലേക്ക് കൊണ്ടുപോയി. ഡോക്ടറും നഴ്സുമാരും കൂടി. ഏതാ നമ്പര്? 131. കുട്ടിയുടെ അമ്മയാണ് ലതിക. പേടിക്കാനൊന്നുമില്ല കേട്ടോ. അർജുന, നമുക്ക് മോന്റെ ഒരു എക്സ്റേ എടുക്കണം. പിന്നെ കുറച്ച് മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കണം. അപ്പോ കുറച്ചൊന്ന് കിടക്കേണ്ടി വരും. അല്ല, ഐ മീൻ സീരിയസ് ഒന്നുമല്ല. സാരമില്ലടാ, ഞാൻ നോക്കിക്കോളാം. അപ്സെറ്റ് ഒന്നും വേണ്ട കേട്ടോ. ഇവിടെ കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് മോന് കിട്ടും. അർജുനന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. പിന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് ഉണ്ടല്ലേ? ഉണ്ട്. എന്നാ പിന്നെ വേറെ കൊടുക്കണ്ട. അട്ടെ, ഒരമ്മയുടെ ദൗർബല്യത്തെ മുതലെടുക്കാൻ ശ്രമിക്കരുത്. ഒരച്ഛന്റെ ദൗർബല്യത്തെ പരിഹസിക്കരുത്. മോളെ, കുഞ്ഞിനെങ്ങനെയുണ്ട് മോളെ? കുറച്ച് കുറവുണ്ട്. ട്രിപ്പ് മാറ്റി. ആ കണ്ണും ആ മൂക്കും. ആ ഇന്ന് രാത്രി കുഞ്ഞിന്റെ അടുത്ത് ഞാൻ ഇരുന്നോളാം. മോള് താമസ സ്ഥലത്ത് പോയി ഒന്ന് കുളിക്കുകയോ ഉറങ്ങുകയോ ഒക്കെ ചെയ്യേ. വേണ്ട,
മൂക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് അകത്തേക്ക് വെക്കൂട്ടി. മോടെ മനസ്സിലുള്ള വിചാരങ്ങളൊക്കെ എനിക്കറിയാം. അർജുനൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. നീ അവന് മാപ്പ് കൊടുക്കണം. ഒരു സ്ത്രീക്ക് മാപ്പ് കൊടുക്കാൻ കഴിയാത്ത തെറ്റാണ് അമ്മയുടെ മകൻ എന്നോട് കാണിച്ചത്. എനിക്കറിയാം. അതിനൊരു പരിഹാരം വേണ്ടേ കുഞ്ഞെ? ദേ, അർജുനൻ മോളെ വിവാഹം കഴിക്കും. വേണ്ട. ബില്ല് കൊടുത്തുന്ന്. ആര്? അർജുനൻ സാറ്. ആര് പറഞ്ഞു അയാളോട് കൊടുക്കാൻ? ഓ മനുഷ്യൻ. എന്റെ മകന്റെ ഹോസ്പിറ്റൽ ബിൽ എത്രയാണ് സർ? മടക്കി തരാനാണോ? അതെ. മകന് വേണ്ടി കുറച്ച് പണം ചെലവാക്കാനുള്ള ബാധ്യത എനിക്കുമില്ലേ? ഇല്ല. നിങ്ങൾ എനിക്കും എന്റെ കുഞ്ഞിനെ വേണ്ടി യാതൊരു ഔദാര്യവും കാണിക്കാൻ പാടില്ല. മേലിൽ ഇങ്ങനെ സംഭവിച്ചാൽ അന്ന് ഞാൻ ഈ ഉദ്യോഗം രാജിവെച്ച് ഇറങ്ങിപ്പോവും. എന്റെ നാട്ടിലേക്കോ വീട്ടിലേക്കോ ആയിരിക്കില്ല ഞാൻ പോകുന്നത്. ഒരു പക്ഷേ മാനഭയം ഓർത്ത് മക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്ത അമ്മമാരുടെ കൂട്ടത്തിലാവും ഞാൻ. ബില്ല് എത്രയാണ്? 530 രൂപ. അമ്മ വരുന്ന കണ്ടില്ലേ? മോന്റെ അമ്മ വരുന്ന കണ്ടില്ലേ? ആരാ വരുന്ന നോക്കേ? കല്യാണിയമ്മേ, എന്നെ വിളിച്ചോ? നിങ്ങളുടെ അടുത്ത് ഞാൻ മോനെ ഏൽപ്പിച്ചിട്ട് പോയത് കണ്ടവരുടെയൊക്കെ കയ്യിലെടുത്ത് കൊടുക്കാനല്ല. അവര് ചോദിച്ചു കുഞ്ഞിനെ. അപ്പൊ ആര് ചോദിച്ചാലും നിങ്ങൾ അവനെ കൊടുക്കുമല്ലേ? അല്ല, അത് ഒന്ന് പോകുന്നുണ്ടോ എന്റെ മുമ്പിൽ നിന്ന്? ലതികേ, എന്താ ഇത് കൊച്ചു കുട്ടികളെ പോലെ? ഇത്ര ഇറിറ്റേറ്റഡ് ആവാൻ എന്തുണ്ടായി? വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ദേ, മറ്റുള്ളവരൊക്കെ കാണും കേട്ടോ. അച്ഛമ്മയുടെ മണിമുത്തേ, മന്ദാരമുത്തേ. വേണ്ട 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 വേണ്ട. വാ മോനെ. ഇല്ല, അവൻ അച്ഛമ്മയുടെ ഇണങ്ങിപ്പോയി. ഞാൻ കുഞ്ഞിനെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ മോളെ? വേണ്ട. ഒന്നിങ്ങി കൊണ്ടുവരാം. വേണ്ട, വാ മോനെ. കരയാതെ മോനെ. കരയിക്കല്ലേ മോളെ? ഞാൻ ഉടനെ ഇങ്ങ് കൊണ്ടുവരാം. കരയാതെ. കരയിക്കരുത്. പനി നേരിടുന്ന കുഞ്ഞാണ്. വീണ്ടും പനി വന്നാൽ കൂടുതൽ മക്കള് വാടാ, വാട കുട്ട. ഞാൻ അവനെ ഉടനെ ഇങ്ങ് കൊണ്ടുവരാം. വേണ്ട വേണ്ട, കരയല്ലേടാ മോനെ, കരയല്ലേ. താങ്കുട്ടം കരയല്ലേ. നീ എന്തിനാ എത്ര വിഷമിക്കുന്നേ? കുഞ്ഞിനെ ഒരുങ്ങി കൊണ്ടിരില്ലേ? ഓടി അവിടുന്ന്. എന്റേതെന്ന് പറയാൻ ആകെപ്പാടെ എനിക്കുള്ളത് എന്റെ മോൻ മാത്രം. എല്ലാവരും കൂടി എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ തുടങ്ങാണ്. നശിച്ച ജോലി വലിച്ചെറിഞ്ഞ് ഈ നരകത്തിൽ നിന്ന് പോകാതെ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല.
എന്താ ഇത്? എന്റെ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ. ലതികയ്ക്ക് ഇപ്പോൾ ഒരു ട്രാൻസ്ഫറിന്റെ ആവശ്യം? കാരണം ഞാനതിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആവശ്യപ്പെടാനുള്ള കാരണം ഞാനാണല്ലേ? എന്നെഴുതിയിട്ടില്ലല്ലോ. എഴുതിയിട്ടില്ല, പക്ഷേ എനിക്കിപ്പം കോമൺ സെൻസ് ഉണ്ട്. ഈ ജില്ലയിൽ തന്നെ ആവുമ്പോ എല്ലാവർക്കും മെയിൻ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യാനായിരിക്കും ഇഷ്ടം. എന്താ അങ്ങനെയല്ലേ? എന്ത് വേണമെങ്കിലും ഊഹിക്കാം. ലതികയ്ക്ക് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ ഈ ഓഫീസിലുള്ളിടത്തോളം കാലം ആര് വേണമെങ്കിലും റെക്കമെൻഡേഷനുമായി വന്നോട്ടെ, ലതികയ്ക്ക് ഞാൻ ട്രാൻസ്ഫർ തരില്ല.